കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് പാലും ഷുഗറും. ഇപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ 1/2 ലിറ്റർ പാലെന്ന് പറയുന്നത് കവർ പാലാണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ. അതിൻ്റെ പേരിൽ ഞാൻ കവർ പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്നത് പോലെ നല്ല ഫാറ്റി ആയിട്ടുള്ള പാലാണ് കിട്ടുന്നതെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും നമുക്ക്. 1 കപ്പ് ഷുഗർ. ഈ 1 കപ്പ് ഷുഗർ എന്ന് പറയുന്നത് 200 ഗ്രാം ഷുഗറാണ്. എന്നാൽ ശരി, നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൈവശം നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. കാരണം സ്റ്റീൽ പാനിൽ നമ്മളിപ്പോൾ മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ പാല് നല്ലതുപോലെ തിക്കാവുന്ന ടൈമിൽ പെട്ടെന്ന് സ്റ്റീൽ പാനിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ആ കരിഞ്ഞ ഭാഗവും കൂടി ഈ പാലിൽ മിക്സ് ആയി പോകും. പക്ഷേ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല മൂട് കട്ടിയുള്ള ഒരു സ്റ്റീൽ പാനോ എന്തായാലും യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലൊന്ന് ചൂടാവട്ടെ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് തയ്യാറാക്കരുത്. കാരണം അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതിൻ്റെ പേരിൽ ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പാല് തിളപ്പിച്ചെടുക്കണം. പാലിപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. തിളച്ചിട്ടില്ല, പക്ഷെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇതുപോലൊരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പാച്ചുല വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പാലിൽ ഷുഗറെല്ലാം നല്ലതുപോലെ ഡിസോൾവ് ആയിട്ടുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഞാൻ ലോ ഫ്ലെയിം ആയി കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇനി കുക്ക് ചെയ്തെടുക്കണം. ഈ പാല് നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വരും. അതുവരെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചുകൂടി ഫാറ്റി ആയിട്ടുള്ള മിൽക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. കഴിവതും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനായതിൻ്റെ പേരിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്റ്റീൽ പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടിയിൽ പിടിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ആ പാല് പകുതിയോളം കുറുകി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ട് ഐസ്ക്രീം, പായസം അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിലെല്ലാം പുറത്തുനിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് കൂടുതലും. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഏകദേശം പകുതി അളവോളം പാല് കുറുകി വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് പാലിന് കുറച്ച് തിക്നെസ്സും വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നന്നായിട്ട് തിക്കാവാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പാല് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം തിക്കായി വന്നിട്ടുണ്ട്. ഇതാ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഈ അളവിൽ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇത്രയും ഞാൻ ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. ഫുള്ളും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഇതിൽ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, സാധാരണ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ടെക്സ്ചർ അത്രയും വരുന്നത് വരെയും നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കരുത്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടെക്സ്ചറിൽ നമ്മളിപ്പോൾ ഇത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കൂളാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ല തിക്കായി പോകും. അതിൻ്റെ പേരിൽ ഒരല്പം ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ഇറക്കി വെക്കാനായിട്ട്. ഇനി കുറച്ചുകൂടി തിക്കാവാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഈ അളവിലാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്.
ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്താൽ മതി. ഇത് ചേർക്കുന്ന ടൈമിൽ ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും, അത് കുഴപ്പമില്ല. കുറച്ച് കൂളാകുമ്പോഴത്തേക്കും അത് മാറിക്കോളും. ഞാനിപ്പോൾ ചെറിയ അളവിൽ അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെറുതായിട്ടിങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് തണുക്കുമ്പോഴത്തേക്കും കറക്റ്റാവും. ഈ ലൈറ്റായിട്ട് ഒരു യെല്ലോഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുമ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാറില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ചേർത്തത്. അങ്ങനെ ഫ്രഷ് ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതും. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ ഷുഗറാണ് പിന്നീട് നിങ്ങൾ പുറത്തുനിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങാൻ നിൽക്കില്ല. എന്നാൽ ഇത് ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ കമൻസിനെ മറക്കാതെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷമീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൺ.